ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടത്. രേവതിയെ ആർക്കും വിട്ടുകൊടുക്കാതെ രേവതിയെ നെഞ്ചോട് ചേർത്ത് തൻ്റെ ആ ഒരു പ്രണയം രേവതിയുമായിട്ട് പങ്കുവച്ച ആ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങൾക്കൊക്കെ ശേഷം രേവതിയും സച്ചിയും ഒന്നിച്ചിരിക്കുകയാണ്. രേവതിയും സച്ചിയും രേവതിക്ക് ഒരുപാട് ഒട്ടും വയ്യാതെ ഇരുന്ന സമയത്തായിരുന്നു സച്ചി വന്ന് രേവതിയെ ശുശ്രൂഷിക്കുകയും ആഹാരം വാരി കൊടുക്കുകയും പിന്നെ ആ ഒരു കഷായമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രേവതിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചന്ദ്രമതിക്കും സുധിക്കും ശ്രുതിക്കും ഒക്കെ നല്ല തക്ക മറുപടി കൊടുത്ത ആ ഒരു രംഗങ്ങളെല്ലാം രേവതിയുടെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സച്ചി ഇത്രത്തോളം തന്നെ സ്നേഹിക്കുന്നതിനും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിനും എല്ലാം ഒരുപാട് സന്തോഷം തോന്നിയ രേവതി സച്ചിയുമായിട്ട് ഭയങ്കരമായിട്ട് ഓടിപ്പോയി സച്ചി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും അങ്ങനെ രേവതിയെ നെഞ്ചോട് ചേർത്ത് സച്ചി നിർത്തുകയും പിന്നെ അതിനുശേഷം രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തമായിരുന്നു നടന്നത്. അങ്ങനെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചിയുടെ നാണം ഭയങ്കരമായിരുന്നു. നമുക്ക് ആ ഒരു നാണമൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു കളിയാക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി. രേവതിയും സച്ചിയും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. സച്ചി രേവതി നല്ല ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയും പിന്നെ സച്ചിക്ക് ഡ്രസ്സൊക്കെ മടക്കി കൊടുത്ത് സച്ചിയുടെ ഓരോ കാര്യങ്ങൾ തൊട്ടും ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് രേവതി ഓരോ കാര്യങ്ങളും ഒരു മുട്ടുപോലും ഇടാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സച്ചിയുടെ കൂടെ സച്ചിക്ക് ആഹാരം വാരി കൊടുക്കുകയും പിന്നെ സച്ചിയുടെ കൂടെ ആ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ചെയ്തു. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു. എന്നാൽ ഇവരുടെ ഈ ഒരു പ്രണയവും ഇവരുടെ ഈ ഒരു സന്തോഷവും ഇതൊക്കെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത 3 പേരാണ് നമ്മുടെ സുധിയും ശ്രുതിയും പിന്നെ ചന്ദ്രമതിയും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് ചന്ദ്രമതിക്കാണ്. കാരണം ഇനി സുധിക്കും ശ്രുതിക്കും ഒരു കുഞ്ഞു പിറക്കണം, അവരായിരിക്കണം ആദ്യത്തെ ഈ ഒരു വീടിന്റെ ആദ്യത്തെ ഒരു അവകാശി എന്നാണ് ചന്ദ്രമതി വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ രേവതി, അപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല, അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകണം, അവർ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല, ഇതൊക്കെയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സച്ചിയും രേവതിയും ഒരുപാട് പിരിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നിച്ചത്. അപ്പൊ ഇതൊക്കെ കണ്ട ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനി ഇവരെ പിരിച്ചു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തന്റെ ആ ഒരു കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകും. ശ്രുതിക്ക് കുഞ്ഞു പിറക്കുന്നതിന് മുന്നേ തന്നെ രേവതിക്കും സച്ചിക്കും കുഞ്ഞു പിറക്കും എന്നൊക്കെയുള്ള ടെൻഷന് കാരണം ചന്ദ്രമതിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പോലും പറ്റിയില്ല. സഹികെട്ട് ചന്ദ്രമതി നേരെ രേവതിയുടെ അമ്മയെ വിളിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങൾ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിക്കോണം, എന്നിട്ട് അവിടെ രേവതിയും വിളിച്ചുകൊണ്ട് പോയിക്കോണം, ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത്, അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും രേവതി ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും എന്നൊക്കെ അവിടെ ചന്ദ്രമതി ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടിമാസം ആയതുകൊണ്ട് തന്നെ രേവതി വീട്ടിൽ കൊണ്ട് നിർത്തുന്നത് ഒരു ആചാരം ഉണ്ടെന്നും അങ്ങനെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അവിടെ ചന്ദ്രമതിയാണ് വിടാതെ ഇരുന്നത്. അപ്പോൾ ഈ ഒരു ആടിമാസത്തിൽ രേവതിയെ കൊണ്ടുപോകുന്ന ചടങ്ങുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ലക്ഷ്മി വരുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി വരുന്ന സമയത്ത് രേവതി ഇതേപോലെ കൊണ്ടുപോവാണ് എന്നവിടെ പറയുകയും ഇത് കേട്ട സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇപ്പോൾ അല്ലാതെ രേവതിയെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ രേവതി സച്ചി ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് രേവതിയെ കൊണ്ടുപോവാണ്, കുറെ നാൾ കഴിഞ്ഞിട്ടേ കൊണ്ടുവരത്തുള്ളൂ, അത്രയും ദിവസം രേവതി അവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര സങ്കടമായി. അങ്ങനെ ആ ഒരു സങ്കടത്തില് സച്ചി ഒരുപാട് കരയുമാണ്. അപ്പൊ രേവതിയെ ചേർത്ത് നിർത്തുക, അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാലും സന്തോഷമായിട്ട് ഇരിക്കുമോ എന്നൊരു വാക്ക് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ആ വാക്ക് സച്ചി ഒരുപാട് വേദനിപ്പിച്ചു. കാരണം രേവതി ഒരു നിമിഷം സച്ചിയുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ സച്ചിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം സച്ചി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രേവതി യാത്രയൊക്കെ പറഞ്ഞ് സച്ചിക്കും ടാറ്റയൊക്കെ കൊടുത്ത് അവിടെ ഓട്ടോയിൽ കയറി പോയെങ്കിലും സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് പൊട്ടി കരയുകയും അവിടെ ആ ഒരു പടിക്കെട്ടിൽ ഇരുന്നോട് ഒരുപാട് പൊട്ടി കരയുകയാണ് സച്ചി ചെയ്തത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും
എന്തായാലും ചന്ദ്രമതിയുടെ ഒരു ക്രൂരത കാരണം, ചന്ദ്രമതിയുടെ ആ ഒരു ചന്ദ്രമതിയുടെ എടുത്തുചാട്ടം കാരണം, ചന്ദ്രമതിയുടെ ആ ഒരു ചതി കാരണം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആ ഒരു ചതി കാരണം ഇപ്പോൾ സച്ചിയും രേവതിയും എന്നേക്കും അല്ലെങ്കിൽ പോലും ഒരു കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അവർ പിരിഞ്ഞു നിൽക്കുവാണ്. ഈ ഒരു അകന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? സച്ചി ഒരുപാട് രേവതിയെ മിസ് ചെയ്യും, അതുമാത്രമല്ല രേവതി ഒരുപാട് സച്ചിയെ മിസ് ചെയ്യും. രേവതിയെ കാണാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിക്കും. അങ്ങനെ രേവതിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകും. അങ്ങനെ അവരുടെ പ്രണയം കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ. എന്തായാലും ഇനി നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അതോ ഇനി വീണ്ടും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഒരു അകൽച്ച ഉണ്ടാകുമോ? അങ്ങനെ അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, അതോ ഇനി ഇവരുടെ ജീവിതത്തിൽ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ചന്ദ്രമതി പല അടവുകളും പയറ്റുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.